നമുക്ക് വീണ്ടും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്ക് പിന്നാലെ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് സൂചന. ഫലത്തിൽ സർക്കാർ തലത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുമെന്ന ഭയം മുനമ്പം നിവാസികൾക്കുണ്ട്. എസ് ശാലിനി ചേർന്നു. ശാലിനി, മുനമ്പം സമരം 1 വർഷം പിന്നിടുകയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്ക് പിന്നാലെ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണല്ലോ മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് ചേരാനിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുനമ്പം സമരസമിതിയുടെയും മുനമ്പം ജനതയുടെയും ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? വീണ്ടും സർക്കാരിന്റെ ഒരു മെല്ലെപ്പോക്ക് നയം തുടരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി അവർക്കുണ്ട് ഇപ്പോഴും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മുനമ്പം ഭൂമി വഖഫ് സ്വത്തല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉത്തരവൊക്കെ വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ സന്തോഷമൊക്കെയാണ് മുനമ്പം ജനതയ്ക്കുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ BJPയുടെയും ഒക്കെ വാഗ്ദാനങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സാധിച്ചു കിട്ടിയൊരു സന്തോഷം അവരുടെ വാക്കുകളിലുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെല്ലാം വന്നതിന് ശേഷം ഇനി എന്താണ് തുടർ നടപടികൾ എന്നടക്കമുള്ള കാര്യങ്ങളിൽ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. കാരണം ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് അധികാരം സ്ഥാപിച്ച നിമിഷം മുതൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അവരുടെ റവന്യൂ അവകാശങ്ങളടക്കം റദ്ദാക്കി അല്ലെങ്കിൽ അതിൽ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് മുനമ്പം ജനത കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വിധി വന്ന സാഹചര്യത്തിൽ എന്താണ് ഇനി തുടർ നടപടികൾ എന്ന രീതിയിൽ ചർച്ച ചെയ്യാനായി സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ, ശുപാർശകൾ ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള ശുപാർശകളുണ്ട്, ഏതൊക്കെ രീതിയിൽ അത് നടപ്പിലാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി P. രാജീവ് അടക്കമുള്ളവരും തദ്ദേശ മന്ത്രി അടക്കമുള്ളവരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഒരു ഉത്തരവൊക്കെ വന്നതിന് ശേഷം മറ്റ് നടപടികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കരമടയ്ക്കൽ അടക്കമുള്ള റവന്യൂ അവകാശങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ അത് ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ അത് വഖഫ് ബോർഡിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ളൊരു സമയമായി കാണുകയും ചെയ്യും. അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകണമെന്നത് അടക്കമുള്ള ആശങ്കകൾ മുനമ്പം ജനതയ്ക്കുണ്ട്. അപ്പോൾ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് ഇക്കാര്യത്തിൽ തുടരുമോ എന്നുള്ളതാണ് ഇനി ഈ യോഗത്തിന് ശേഷം കണ്ടറിയേണ്ടത്. എന്തായാലും മുനമ്പം ജനത പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു വിധി വന്നിരിക്കുകയാണ്. പൂർവികരായിട്ട് അവിടെ താമസിച്ചിരുന്ന സ്വത്തും അവരുടെ ഭൂമിയുമെല്ലാം അവരുടേത് തന്നെയാണ് എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ ശുപാർശകളടക്കം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം രാവിലെയാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് യോഗത്തിന് ശേഷം അറിയാം മുനമ്പം ജനതയ്ക്കൊപ്പം ഈ വിധിക്ക് പിന്നാലെ സർക്കാർ ഒപ്പം തന്നെയാണോ അതോ വഖഫ് ബോർഡിനെ സംരക്ഷിക്കാനും അവർക്കൊപ്പമുള്ള നിലപാടായിരിക്കുമോ സർക്കാർ ഇനിയും സ്വീകരിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും മുനമ്പം ജനതയുടെ അടുത്ത നടപടികൾ എന്നുള്ളത്? എന്തായാലും പ്രതീക്ഷയോടുകൂടിയാണ് ഈ യോഗത്തെ കാണുന്നത്. വിധിയെ കണ്ടതും സമാനമായ രീതിയിൽ തന്നെയാണ്. എന്തായാലും ക്രയവിക്രയങ്ങൾ നടത്താനും റവന്യൂ അവകാശങ്ങൾ നേടിത്തരാനും അത് തുടർ ദിവസങ്ങളിൽ നടപ്പിലാക്കാനുമുള്ള ഒരു അവകാശം അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുനമ്പം ജനത ഈ യോഗത്തെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുകയും ചെയ്യുന്നത്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.